ഹായ് എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പക്കാവടയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കടലമാവ്, അതുപോലെ 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ അളവിന് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, സവാള ഒരു 250 ഗ്രാം പൊടിയായിട്ട് അരിഞ്ഞത്, ഉപ്പ് പാകത്തിന്, അതുപോലെ കറിവേപ്പില, മല്ലിയില, എണ്ണ, ഒരു ടീസ്പൂൺ മീറ്റ് മസാല. ഇത്ര സാധനങ്ങളാണ്. ആദ്യമേ നമ്മൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പും ചേർത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 250 ഗ്രാം കടലമാവുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുക. കടലമാവും കൂടെ ഇട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിന് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാലയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് കട്ടിയിലല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഏറെക്കുറെ നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയിടാവുന്ന ഒരു രീതിയിൽ നമ്മളത് കുഴച്ചെടുക്കുക. അത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈങ് പാനിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് കുറേശ്ശെ കോരി ഇട്ട് കൊടുക്കുക. ഇട്ട് ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് തീയിൽ, ആദ്യമേ നല്ല തീയിൽ എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മളിത് ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം ഇട്ടിട്ട് അത് ഇട്ട് തരുന്നതിന് ശേഷം മറിച്ചിട്ട് അത് ചെറിയ തീയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് എണ്ണയിൽ നിന്ന് കോരാൻ നേരത്ത് നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിം ആക്കിയിട്ട് വേണം കോരാൻ, എന്നാൽ എണ്ണ പിടിക്കാതിരിക്കും. ഇത് ഒരു നല്ല ഈവനിങ് സ്നാക്കാണ്, പെട്ടെന്നുണ്ടാക്കാവുന്ന, നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കും കൂടെയാണിത്. തീ ഒരുപാട് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് കരിയും, ഉള്ളു വേകാതിരിക്കും. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാൻ പറഞ്ഞത്. തീ കുറച്ച് വെച്ചിട്ട് നമ്മളിത് കോരാൻ നേരത്ത് മാത്രം ആ തീ ഒന്ന് കൂട്ടി കൊടുക്കുക. തീ കൂട്ടി കൊടുത്ത് എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് അതിൽ നിന്ന് കോരിയെടുക്കണം. അങ്ങനെ കോരിയെടുക്കുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും നമ്മുടെ ഈ പക്കാവടയിൽ എണ്ണ പിടിക്കത്തില്ല. അത് ഏത് എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോഴും അതേ രീതിയിൽ ചെയ്യാവുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ പിടിക്കാതിരിക്കും. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ കോരിയെടുത്ത് പോയിട്ട് ബാക്കിയുള്ള നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവും ഇതുപോലെ നമ്മൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് സ്പൂൺ കൊണ്ടിടാതെ കൈ കൊണ്ടിടാൻ പറ്റുന്നവരാണ് കൈ കൊണ്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ആകാം. എളുപ്പം സ്പൂൺ കൊണ്ട് എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. സ്പൂൺ ഇടയ്ക്കൊന്ന് നനച്ച് എടുത്താൽ മതി. അങ്ങനെ എടുത്ത് നമ്മളിതുപോലെ എടുത്താലും കൈ കൊള്ളാതിരിക്കും. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു ഐറ്റവുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.